നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ വർഷത്തെ SSLCയുടെ റിസൾട്ട് വളരെ കരുതിയിരിക്കണം എഴുതിയിട്ടുള്ള കുട്ടികളും. ഇത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, സർക്കുലർ പോലെ ഇറക്കിയ SSLCയുടെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് A+കളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിരിക്കും. കാരണം ചുമ്മാതെ മാർക്ക് കൊടുക്കുന്ന രീതികൾ മാറ്റി. ഒരുപക്ഷെ അധ്യാപകർക്ക് വളരെ, അല്ലെങ്കിൽ പല രക്ഷാകർത്താക്കൾക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണും. കാരണം നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഫുൾ A+ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഫുൾ A+. കൃത്യമായിട്ടുള്ളൊരു മാർക്കിൻ്റെ വിലയിരുത്തലായിരിക്കും ഈ വട്ടത്തെ SSLC റിസൾട്ട് എന്നാണ്. കാരണം പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വരുന്നത് +1 ഒക്കെ അഡ്മിഷൻ കിട്ടാൻ എല്ലാവരും കിടന്ന് അടി ഉണ്ടാക്കുന്നത്, നല്ല ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക്, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ വർഷത്തെ SSLC റിസൾട്ട് എന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കരുതിയിരിക്കുക, നല്ലൊരു റിസൾട്ട് ആയിരിക്കും. A+കളുടെ എണ്ണം നല്ല രീതിയിൽ ഈ വർഷം കുറവായിരിക്കും, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് +1 അഡ്മിഷൻ കുറച്ചുകൂടെ സുഗമമായിരിക്കും. നല്ലപോലെ പഠിക്കുന്നവർക്ക് നല്ല ഗംഭീര മാർക്ക് തന്നെ എപ്പോഴും കിട്ടും, ഉറപ്പ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.